ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കൂടുതൽ ഇൻട്രോ പറഞ്ഞ് നീട്ടുന്നില്ല. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇഡ്ഡലി വളരെ സോഫ്റ്റ് ആയിട്ട് ഇഡ്ഡലി എങ്ങനെ തയ്യാറാക്കിയെടുക്കാം, എങ്ങനെയാണ് അതിന്റെ കൂട്ട് എന്നൊക്കെയാണ്. ഒത്തിരി വീഡിയോസ് ഒക്കെ ഉണ്ട്. എന്നാൽ പോലും നമ്മൾ ഇതിൽ പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയാണ്. അപ്പൊ വീഡിയോസ് കണ്ട് ഇഷ്ടാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം, ചാനൽ ഒന്ന് കൂട്ടാക്കാം കേട്ടോ. അപ്പം വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ അരി, ഉഴുന്ന്, ചോറ് ഇതൊക്കെയാണ് വേണ്ടത്. അപ്പം അരിയും ഉഴുന്നൊക്കെ ഓരോരുത്തരുടെ വീട്ടിലെ ആളുകൾക്ക് അനുസരിച്ചിട്ട് അളവെടുക്കുക. ഞാൻ അളവൊന്നും ഇതിൽ പറയുന്നില്ല. അപ്പം ഏകദേശം ഒരു 7-8 മണിക്കൂറെങ്കിലും ചുരുങ്ങിയത് അരി നന്നായിട്ട് വെള്ളത്തിൽ കുതിർന്നിട്ടുണ്ടാവണം. അപ്പൊ തലേന്ന് ഇപ്പൊ നാളെ ഉണ്ടാക്കുന്നതാണെങ്കിൽ ഇന്നൊരു 11 മണിയൊക്കെ ആകുമ്പോൾ കുതിർത്ത് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഉച്ചയൊക്കെ ആകുമ്പോൾ കുതിർത്ത് വെച്ച് കഴിഞ്ഞാൽ രാത്രിയാകുമ്പോഴത്തേക്ക് നമുക്ക് അരച്ചെടുക്കാൻ പറ്റും. അപ്പം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അരിച്ചെടുത്ത ശേഷമാണ് ഞാൻ കുതിർത്ത് വെച്ചത്. അതേ വെള്ളത്തിൽ തന്നെയാണ് അരച്ചെടുക്കുന്നതും കേട്ടോ. അപ്പം ആദ്യം തന്നെ പച്ചരിയും ചോറും കൂടി മിക്സ് ചെയ്തിട്ട് ഒരുമിച്ചിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ഉഴുന്ന് വേറെ തന്നെ അരച്ചെടുക്കുകയാണ് ചെയ്തത്. ഇതൊക്കെ കുറച്ച് വെള്ളം ചേർത്ത് മാത്രമേ അരയ്ക്കാൻ പാടുള്ളൂ. ഒത്തിരി ലൂസ് ആക്കരുത്. കുറച്ച് വെള്ളം ചേർത്തിട്ട് മാത്രം, ഒരു 1/2 ഗ്ലാസ് വെള്ളമോ അല്ലെങ്കിൽ ഒരു 3/4 ഗ്ലാസ് വെള്ളമൊക്കെ ചേർത്ത് മാത്രം അരച്ചെടുക്കാം. ഇതിന്റെ കൂട്ട് എന്ന് പറയുന്നത് അധികം ലൂസ് ആവാൻ പാടില്ല. കുറച്ച് തിക്കായിട്ട് തന്നെ ഇരിക്കണം. എന്നിട്ട് നമ്മൾ കൈ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് കൈകൊണ്ട് തന്നെ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചോറ് കൂടാൻ പാടില്ല. ചോറ് ഒരു 1/2 കപ്പ് ചോറ് എടുത്താൽ മതി കേട്ടോ. അപ്പൊ എടുക്കുന്ന അളവിനനുസരിച്ച് അത് കൂട്ടും കുറയ്ക്കുകയും ചെയ്യാം. അപ്പൊ നമ്മൾ വലിയൊരു കുണ്ടുള്ള പാത്രത്തിൽ തന്നെ നമ്മൾ അത് എടുക്കണം, അല്ലെങ്കിൽ തൂവിപ്പോവും. അപ്പൊ അങ്ങനെ നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പൊ പിറ്റേന്ന് രാവിലെ നമ്മൾ തുറന്നു നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ പൊന്തി വന്നിട്ടുണ്ട് മാവ്. ഇപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ആ മാവ് ഒഴിക്കുമ്പോൾ എത്രയാണ് ഉണ്ടായത്, ഇപ്പൊ മാവ് എത്രയുണ്ട് എന്നുള്ളത്. ഇപ്പൊ നമ്മൾ ആ കയ്യിൽ വെച്ചിട്ട് നമുക്ക് നീക്കി നോക്കുമ്പോൾ തന്നെ അറിയാം മാവ് നന്നായിട്ടൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ തിക്കായ രീതിയിൽ തന്നെ വേണം മാവ് ഉണ്ടായിരിക്കാൻ വേണ്ടി. കൂടുതൽ വെള്ളം ചേർത്ത് അരക്കരുത് കേട്ടോ. അപ്പം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇനി നമുക്ക് അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഞാൻ തലേന്നൊന്നും ഉപ്പിട്ട് വെച്ചിട്ടില്ല, രാവിലെയാണ് ഉപ്പിട്ട് വെക്കുന്നത് കേട്ടോ. പിന്നെ മാവ് ബാക്കി ഉണ്ടെങ്കിൽ നമുക്കത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ല അടച്ചുറപ്പുള്ള ഒരു പാത്രത്തിൽ വെച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ. ഇനി നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ ഒരല്പം എണ്ണ തൂവുന്നുണ്ടെങ്കിൽ തൂവാം, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ ഞാൻ ഇഡ്ഡലി പാത്രം കഴുകിയ പോലെ തന്നെ ഞാൻ അതിലേക്ക് ഒഴിക്കുകയാണ്. എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല. അപ്പൊ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം എല്ലാ കുഴികളിലേക്കും അത്യാവശ്യം ഫില്ലായ രീതിയിൽ തന്നെയാണ്, കംപ്ലീറ്റ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന രീതിയിൽ തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഗ്രേവി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല തിക്കായിട്ട് തന്നെയാണ് ഉള്ളത്. അപ്പം ഇതുപോലെ തന്നെ തിക്കായിട്ട് അരച്ചെടുക്കണം കേട്ടോ, ലൂസ് ആവരുത്. അപ്പൊ അതിന്റെ ആ ഒരു ഇത് വ്യത്യാസപ്പെടും. അപ്പൊ ഇനി നമ്മൾ ആ ഇഡ്ഡലി തട്ടില് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടേനും അതിലേക്ക് നന്നായിട്ടൊന്ന് ആവി വരുമ്പം നമ്മൾ അതിലേക്ക് ഇഡ്ഡലി തട്ട് വെച്ചു കൊടുക്കുകയാണ്. ഓരോന്നായിട്ട് വെച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു മാക്സിമം ഒരു 5 മിനിറ്റ് മതിയാവും. നന്നായിട്ട് ആവി വരുമ്പോൾ നമുക്കത് തുറന്ന് നോക്കാം. അപ്പം എല്ലാ കുഴികളും നല്ല ഫില്ലായിട്ട് തന്നെയാണ് ഞാൻ മാവ് ഒഴിച്ചിരിക്കുന്നത്. അപ്പം ഇനി കുറച്ചും കൂടെ അത് നല്ല രീതിയിൽ പൊന്തി വരും. നമുക്ക് നോക്കാം. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്ത ശേഷം നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ. ഇപ്പൊ ഏകദേശം ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല രീതിയിൽ പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് ആവിയൊക്കെ നന്നായിട്ട് പറക്കുന്നുണ്ട്. അപ്പം ഇഡ്ഡലി തയ്യാറായിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും നല്ല രീതിക്ക് പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് പാത്രത്തിൽ നിന്ന് മാറ്റിയെടുക്കാം. തണിഞ്ഞിട്ട് മാറ്റിയെടുക്കാം, അല്ലെങ്കിൽ ചൂടോടെ തന്നെ മാറ്റിയെടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഞാനൊരു ഇളം ചൂട് ഉള്ള സമയത്താണ് അതിൽ നിന്ന് മാറ്റിയെടുത്തിട്ടുള്ളത്. ഇപ്പം നോക്കാം അടിക്ക് പിടിച്ചിട്ടുണ്ടോ എന്നൊക്കെ നോക്കാം അല്ലെ. ഞാൻ ആദ്യം കുറച്ച് അതിലേക്ക് മാറ്റിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ നോക്കിയേ നിങ്ങൾ, പാത്രം ആ ഇഡ്ഡലിയും നോക്കിയേ, ഒട്ടും ഒട്ടി പിടിച്ചിട്ടൊന്നുമില്ല. ഞാൻ എണ്ണയൊന്നും തൂക്കിയിട്ടില്ല. പാത്രം കഴുകിയ പോലെ തന്നെ അതിലേക്ക് ഒഴിക്കുകയാണ് ചെയ്തത്. അപ്പൊ പാത്രത്തിന്റെ ഉൾവശത്തൊന്നും അടുക്കി പിടിച്ചിട്ടൊന്നുമില്ല. നല്ല രീതിയിൽ എല്ലാ ഇഡ്ഡലിയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വേറെ ഒന്നുമില്ല, നമ്മൾ അരിയും ഉഴുന്നൊക്കെ നല്ല വൃത്തിയിൽ കഴുകിയ ശേഷമാണ് പുതിർത്ത് വെക്കുന്നത്. ആ വെള്ളം ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മൾ അരച്ചെടുക്കുന്നതും. അതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. ഒരു 5-8 മണിക്കൂറെങ്കിലും മിനിമം അരി കുതിർന്നിട്ടുണ്ടാവണം. എങ്കിൽ മാത്രമേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഇഡ്ഡലി നമുക്ക് തയ്യാറാക്കാൻ പറ്റത്തുള്ളൂ.
അപ്പൊ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, വളരെ എളുപ്പത്തിൽ. ഇനി ആരും ഇഡ്ഡലിന്റെ മാവ് പൊന്തി വരുന്നില്ല, അതിന്റെ കൂട്ട് ശരിയാവുന്നില്ല എന്ന് പറയരുത് കേട്ടോ. അപ്പം എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്ക്, വളരെ സിമ്പിൾ ആണ്, കൂടുതലൊന്നുമില്ല. അരി കുറച്ച് സമയം ഒന്ന് പൊതിരണം. കണ്ടില്ലേ, ആ പാത്രത്തിലൊന്നും ഒട്ടി പിടിച്ചിട്ടേ ഇല്ല, ഒരു ഇതിലും അങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല, നല്ല വൃത്തിക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പം വളരെ സോഫ്റ്റ് ആയിട്ട് തന്നെ ഇഡ്ഡലി തയ്യാറായിട്ടുണ്ട്. ഇഡ്ഡലിയുടെ കൂടെ സാമ്പാറോ ചട്നിയോ ഒക്കെ നല്ല കോമ്പിനേഷൻ ആണ്. അപ്പൊ ഞാൻ ഒരു ഇഡ്ഡലി കാണിച്ചു തരാം. കണ്ടില്ലേ, അപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇഡ്ഡലി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യം. നല്ല നീറ്റ് ഉണ്ട്, കാണാൻ തന്നെ നല്ല നീറ്റിൽ കിട്ടിയിട്ടുണ്ട് അല്ലെ. അപ്പം നമ്മള് ഇതൊക്കെ അതിന്റെ ഒരു അളവൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ചോറ് എടുക്കുമ്പം കുറച്ച് കുറച്ചിട്ട് എടുക്കുക. ഇതിപ്പം ഞാൻ ഒരു അരക്കപ്പ് ചോറേ എടുത്തിട്ടുള്ളൂ, കൂടുതൽ ചോറ് ആഡ് ചെയ്യരുത്. വെള്ളം കുറച്ച് തന്നെ അരച്ചെടുക്കുക, നല്ല തിക്കായിട്ട് തന്നെ അരച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ഇഡ്ഡലിയുടെ കൂട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടും. അപ്പൊ നോക്കിക്കേ, ഞാനത് കട്ട് ചെയ്തിട്ടുണ്ട്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ്. എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പം വീഡിയോസ് ഇഷ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഇതൊരു യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാം. ചാനൽ ഒന്ന് കൂട്ടാക്കുക. ഇതുപോലുള്ള പുതിയ വീഡിയോസ് ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ഓൾ, ടാറ്റാ.